ഹായ് ഹലോ അസ്സാം വലൈക്കും. നസ്ഫറനീസ 27 എന്ന് പറഞ്ഞ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ അനിയത്തി പത്തിരി പൊടി കുഴക്കലും പരത്തലും ചുടലൊക്കെ ആയപ്പോൾ ഓള് എന്തോ ആവശ്യത്തിന് അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ ബാക്കിയുള്ള പത്തിരി ചുടിയായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾ തന്നെയാണ് അധികം ചെയ്യൽ. പിന്നെ ഞാൻ വല്ലപ്പോഴും ഓളെന്തെങ്കിലും പറയുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ അധികം കാര്യങ്ങൾ ചെയ്യൽ. ഓളെ വീടാണല്ലോ അത്. അപ്പോൾ ഓളെന്തെങ്കിലും ഹെൽപ്പ് പറയുമ്പോൾ മാത്രമാണ് ഞാനും ചെയ്തു കൊടുക്കൽ. ഈ ഭക്ഷണ കാര്യത്തിൽ ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിനോണ്ട് ഞാനും അങ്ങനെ ഇതിലേക്ക് നിൽക്കില്ല. മീൻ മുറിക്കുക, പിന്നെ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ നിന്ന് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ചിലപ്പം പത്തിരി പരത്തി ചുടാനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ ഓളിനോട് പറയും കേട്ടോ. അപ്പം ഞാനങ്ങനെ ഉണ്ടാക്കൽ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രാവശ്യം പത്തിരി ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഏതായാലും ഓൾ തന്നെ കേട്ടോ പത്തിരി കഴിച്ചതും പരത്തിയതും എല്ലാം. ബാക്കിയുള്ളത് മാത്രമേ ഞാൻ ചുട്ടിട്ടുള്ളൂ. പിന്നെ വാഷിംഗ് മെഷീനും അവിടെ ആയതുകൊണ്ട് അവിടുന്ന് അലക്കലും പിന്നെ പത്തിരി ചുടലും ഒക്കെ കൂടെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആൾ കമൻ്റ് ഇട്ടത് കണ്ടു കേട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് ചോദിച്ച പ്രകാരം കേട്ടോ ഇന്നത്തെ തംബ്നെയിലിന് ഞാൻ ലക്ഷ്യങ്ങൾ കിട്ടിയെന്നുള്ളത്. എത്രയോ ആൾക്കാർ ലക്ഷ്യങ്ങൾ കിട്ടിയോ എന്നുള്ള രീതിയിൽ എനിക്ക് പിന്നെ പേഴ്സണലി വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ തംബ്നെയിൽ കണ്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ആകെ ഒരാൾ മാത്രം 100 രൂപ അയച്ചു തന്നത്, അല്ലാതെ വേറൊന്നും അയച്ചു തന്നില്ല കേട്ടോ. അപ്പോൾ തംബ്നെയിലിന് കളവോ ചതിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ആ തംബ്നെയിലിന് ഓരോരുത്തരുടെ ചോദ്യങ്ങളാട്ടോ ആ തംബ്നെയിലിന് വെക്കാൻ തന്നെ ഇതാക്കിയത്. ഇപ്പം കോഴിമുട്ട, നമ്മളെ നാടൻ കോഴിമുട്ട ഉണ്ടായിരുന്നു, അത് ഒടിച്ച് പറഞ്ഞ് തക്കാളി ഉള്ളിയും കൂടി വാട്ടിയതാട്ടോ രാവിലത്തെ ചായയൊക്കെ കൂട്ടാൻ. പിന്നെ ഇതായിരുന്നു കേട്ടോ അന്ന് ഞാൻ മുറിച്ച ഞണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ മറന്നുപോയി. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. ഞണ്ട് കുഞ്ഞു ഞണ്ടേന് കേട്ടോ, കുറച്ചല്ലേ. അത് ഞങ്ങൾ ഉച്ചക്കും രാത്രി ഇത്രയും ആൾക്കാർ കൂട്ടിയിട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും ഒപ്പിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി കളവ് ചതി വഞ്ചന എന്ന് പറഞ്ഞെങ്ങാണ്ട് ഹെഡിങ് തംബ്നെയിലിന് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഓരോരുത്തർ നമ്മളോട് ചോദിക്കണതിനനുസരിച്ചല്ലേ നമ്മൾ ഓരോ തംബ്നെയിലിന് കൊടുക്കുക. ഒരുപാട് ആൾക്കാർ വിളിച്ചിങ്ങാണ്ട് നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടുന്നില്ലേ. ഇന്നും ഇപ്പോൾ അതാ രാത്രി ഇപ്പം ഞാൻ ഇത് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു ഗൾഫിൽ നിന്നൊരു കോൾ വന്നിട്ടോ. എനിക്ക് ഒരുപാട് ആൾക്കാർ സഹായിച്ചു, ഇത്ര പൈസ കിട്ടി അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കട്ടോ. ആരും സഹായിച്ചില്ല, ആകെ 100 രൂപ കേട്ടോ. വേണമെങ്കിൽ ഞാൻ തെളിവ് സഹിതം ഗൂഗിൾ പേയിൽ വന്ന ആ പൈസ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറെ ആരും അയച്ചില്ല. അതെന്നും നമ്മളെ വീടിൻ്റെ അടുത്ത് വന്ന് ചിൽ എന്ന് പറയുന്നത് നമ്മളൊരു അണ്ണാനാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത കേട്ടോ. ഇതിന് മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിന്. അപ്പോൾ രാവിലെ ഞാൻ ആ പത്തിരിയൊക്കെ ചുറ്റി ഞാൻ പുറത്തിറങ്ങി വീഡിയോ തലേന്നത്തെ 2 ദിവസം വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന ടൈമിലാട്ടോ ഇവർ കളിയോട് കളിയാ മണ്ണ് വാരി എറിയുക. അപ്പോൾ മോനൂസിന് മുറ്റത്തിറങ്ങി അങ്ങ് നടക്കണം കേട്ടോ. അതാണ് ഓൻ്റെ ഇഷ്ടം. അപ്പം ആജുവ പൊട്ടിച്ചിരിക്കും ഓൻ്റെ കളി കണ്ടിട്ട്. പിന്നെ അവിടുന്ന് റോട്ടുമ്മക്ക് ഇറങ്ങാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ വൈകുന്നേരം ലൈവ് ചെയ്തപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും. ഓൻ്റെ കളി കണ്ടിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഞാൻ. പല ആൾക്കാർ ലൈവ് കയറിയപ്പോൾ പിന്നെ ആരാ കമൻ്റ് ഇട്ട് ഓരെന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കളവോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ല കേട്ടോ എൻ്റെ തംബ്നെയിലിന് കൊടുക്കുന്നത്. ഞാൻ എന്താണോ ഇതിനുള്ളിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത് മാത്രമാണ് കേട്ടോ എൻ്റെ തംബ്നെയിലിന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പത്ത് ചോറ് എന്തോന്നുള്ള സമയത്താണ് കേട്ടോ മോനൂസിനെ എടുത്തെങ്ങാണ്ട് ഇതാ ഒരു പൂച്ച ഉണ്ടായിന്. അപ്പോൾ പൂച്ച എന്നെങ്ങാണ്ട് മോനൂസ് ആയിരിക്കും ഓൻ്റെ കൂടെ ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് പൂച്ചനെ. അപ്പോൾ പൂച്ച മീനൊന്നും രാവിലെ തന്നെ മീൻ കിട്ടിയില്ലേനി. അപ്പോൾ പൂച്ചക്ക് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻകാരൻ വന്ന്, ഞാൻ പറഞ്ഞില്ലേ കടായിട്ടൊരു ആക്ക മീൻ തരലുണ്ട് എന്ന്. അപ്പോൾ ആ മീൻകാരൻ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ 100 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൽ നിന്ന് 50 രൂപ എടുത്തിട്ട് ഞാൻ അവർക്ക് മീൻകാരന് പൈസ കൊടുത്തിട്ടോ. അപ്പോൾ മീൻ വാങ്ങി അൽഹംദുലില്ലാ അവർക്ക് പഠിച്ചവന് ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. അപ്പോൾ പരീക്ഷ നാളെ മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ നാളെ നിങ്ങൾ കാണുള്ളൂ. അപ്പോൾ കാണുന്ന സമയത്ത് അന്ന് മുതൽ പരീക്ഷയാണ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. എല്ലാവരും പുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിടുക. അപ്പോൾ അപ്പുറത്തുനിന്ന് നമ്മളെ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ
റോക്കി എന്നറിയും. ഓരോ വീട്ടിൽ നിന്ന് ഓൾ വിളിച്ചിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ട്രീ കത്തിച്ചിട്ടുണ്ട്, കാണാൻ വരുന്നോ ചോദിച്ചിട്ട്. അപ്പോൾ രാവിലെ എനിക്ക് വീഡിയോ എടുക്കണം, ഈ കത്തിക്കുമ്പോൾ പറയേണ്ടിട്ടോ പറഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ അങ്ങനെ ക്രിസ്മസ് ട്രീ നേരിട്ട് കാണുന്നത്. ഞാൻ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, നേരിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഇന്നും ഞാൻ പറയാം കേട്ടോ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് അധികം എൻ്റെ വീഡിയോസ് കാണല്. അപ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ, നമ്മൾ ഈ കാവും ക്രിസ്മസ് കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുതേ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇന്നലത്തെ ആ വീഡിയോയിൽ ഞാൻ ആ ലക്ഷ്യങ്ങൾ അങ്ങനെയൊന്നും കിട്ടിയില്ല, അത് എന്തുകൊണ്ട് ഞാൻ ആ തംബ്നെയിൽ വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളായിട്ട് വീഡിയോ കാണാതെ കേട്ടോ ഓരോരുത്തർ കമൻറ്റ് ഇടുന്നു. പിന്നെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വേണമല്ലോ, യൂട്യൂബ് ആകുമ്പോൾ പലരും പല അഭിപ്രായക്കാരല്ലേ. ഞാനത് മാനിക്കുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ഇതിങ്ങനെ കത്തുന്നത് കാണാൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്, ഓരോരുത്തരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ, നമ്മളെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അല്ലേ. നമ്മളെ മതത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പള്ളിയിൽ പോയി കണ്ട് പിന്നെ നിസ്കരിക്കുന്നവരുണ്ട് പെണ്ണുങ്ങൾ, അല്ലാത്തവരുണ്ട്, അങ്ങനെ പറ്റൂല എന്ന് പറയുന്നവരാണ്. അങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മളെ മതത്തിലും പറയുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് എന്താണോ നമ്മളെ വിശ്വാസം അതിനനുസരിച്ച് നമ്മൾ നീങ്ങുക, അത്ര തന്നെ. അപ്പോൾ പലർക്കും ഇങ്ങനെയൊക്കെ ഈ ക്രിസ്മസ് ട്രീ എന്നൊക്കെ കാണിക്കും, പലർക്കും ദേഷ്യമുള്ളവരുണ്ട്. അതേപോലെ നാളെ കണ്ടില്ല ശബരിമലയത്തെ അരവണത്തിനെ കുറിച്ചിട്ടൊരു വിവാദം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഒരു മോന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഇമോജി വെച്ച് മറിച്ചിട്ടുള്ളൊരു മോന്. അപ്പോൾ ഓനെ ആക്കി കൊടുക്കാൻ വേണ്ടി പോയട്ടോ. ഓനും 5ലാണ് പഠിക്കുന്നത്. പോയി വരുമ്പോൾ നല്ല ഇരുടല്ലേ, ഇടവഴിക്കൂടെ കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസൊക്കെ. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കണം, ഞാൻ തംബ്നെയിൽ കൊടുക്കുന്ന കാര്യം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വീഡിയോയിൽ നമുക്ക് അത്രയും പൈസ കിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ തംബ്നെയിൽ കാണുമ്പോൾ നിങ്ങൾ ഉള്ളിൽ കയറിങ്ങാണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം എന്താ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറൊക്കെ ഒരു നല്ലൊരു തന്നെയാണ് അല്ലേ. പിന്നെ എന്താ പറയുക, നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂ ഇയർ ഫ്രണ്ട്, ക്രിസ്മസിൻ്റെ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു, കേക്ക് മുറിക്കുക എന്നൊക്കെ അല്ലേ. പലരുടെ വിശ്വാസം പലത്. അപ്പോൾ ഞാൻ മോനൂസിന് മരുന്ന് കൊടുക്കുന്ന കേട്ടോ. ഇന്നത്തെ തംബ്നെയിൽ തന്നെ ഇത് ആണ് കേട്ടോ, മരുന്ന് കൊടുക്കുന്ന ആ ഈ ഒരു രംഗാട്ടോ ഞാൻ ഈ വീഡിയോയിൽ മരുന്നിൻ്റെ കാര്യങ്ങൾ. ഓന് നമ്മൾ മരുന്ന് കൊടുക്കുന്നതിനനുസരിച്ച് ഓടി പോയിക്കാള് കേട്ടോ. അവനങ്ങനെയൊക്കെ തന്നെ കേട്ടോ അവൻ്റെ കളികളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ട് പിന്നെ ഞങ്ങൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളൊക്കെ സഹകരണം വേണം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും, ബായ്.